മാന്യ സദസ്സിന് നമസ്കാരം. യഥാർത്ഥ നിധിപുര അകത്ത് തന്നെയായിരിക്കും. നീ എന്തിനാണ് നിധി തേടി പുറത്തെങ്ങും അലിയുന്നത്? KCS 2024-25 അധ്യയന വർഷം കേരളത്തിലെ കത്തോലിക്ക വിദ്യാർത്ഥികൾക്കായി അണിയിച്ചൊരുക്കിയ മുഖ്യ പാഠപുസ്തകമായ അകത്തെ നിധിയിലെ ഉൾപ്പൊരുളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത്. വിദ്യാർത്ഥികളുടെ ഉള്ളറികൾ ദൈവം നിശ്ചയിച്ച അനശ്വര മൂല്യങ്ങൾ കണ്ടെത്താൻ വികസിപ്പിക്കാനുമുള്ള പഠനവും പരിശീലനവുമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ലക്ഷ്യം വയ്ക്കുന്നത്. ക്രിസ്തു എന്ന മഹാഗുരുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നുയരുന്ന ശിഷ്യനെ കൈപിടിച്ചു നടത്തേണ്ട പരിശുദ്ധമായ ഇടങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളും വിദ്യാലയങ്ങളും. മാതാപിതാക്കളും അധ്യാപകരും മുഖ്യ വഴികാട്ടികളും മാതൃകകളുമാണ്. മലമുകളിൽ പണിയപ്പെട്ട ഗോപുരം പോലെ ആയിരിക്കണം ഓരോ കുട്ടിയും. വിശ്വാസം, പഠനം, സേവനം എന്നീ മുദ്രാവാക്യങ്ങളിൽ അടിത്തറയിട്ട് വളർന്നു വന്നാൽ മലമുകളിൽ പണിയപ്പെട്ട ഗോപുരം പോലെ ആയിരിക്കാൻ ഓരോ വിദ്യാർത്ഥിക്കും സാധിക്കും. എങ്ങനെ ഈ അടിത്തറ ഇടാൻ സാധിക്കുമെന്ന് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസം എന്നുള്ളത് ഒരാളുടെ ജീവചരിത്രം എഴുതാൻ ദൈവത്തെ പൂർണ്ണമായി അനുവദിക്കലാണ്. ദൈവം നമുക്കായി എഴുതുന്ന തിരക്കഥ ഏറ്റവും സുന്ദരമായി ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കുന്ന ഒരാളാണ് നല്ലൊരു വിദ്യാർത്ഥി. പഠനം എന്നുള്ളത് ഒരാളുടെ ഏറ്റവും നല്ലത് പുറത്തെടുക്കുന്ന പ്രക്രിയയാണ്. ഒരാളുടെ ഏറ്റവും നല്ലത് പുറത്തെടുക്കാൻ ഒരു മാന്ത്രിക സ്പർശം അയാൾക്ക് തന്നെ നൽകണം. പരിശ്രമത്തിലൂടെ, സ്ഥിരം ഉത്സാഹത്തിലൂടെ അതിന് സാധിക്കുമെന്നുള്ളതാണ് പല മഹാന്മാരുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. വഴിയോർത്ത് ആർ ഉപേക്ഷിച്ച ഒരു കല്ലിൽ നിന്നാണ് മൈക്കലാഞ്ചലോ സുന്ദരമായൊരു മാലാഖയുടെ രൂപം കൊത്തിയെടുത്തത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കും എന്ന മനോഭാവത്തിൽ നിന്നും മാറി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണ് ഞാൻ ജനിച്ചത് എന്ന ചിന്തയിലേക്ക് സേവനത്തിലൂടെ വളരാൻ ഓരോ വിദ്യാർത്ഥിക്കും സാധിക്കും. ക്ലാസ് റൂം ഒരു വിത്തിടമാണ്. ദൈവം അവിടെ നല്ല വിത്തുകൾ എറിയുന്നു. ആ വിത്തുകൾക്ക് നല്ല നിലമൊരുക്കി, വളമിട്ട്, വെള്ളമൊഴിച്ച് കുട്ടികളും അധ്യാപകരും ചേർന്ന് 100 മേനി ഫലം ഉണ്ടാക്കുമ്പോൾ ഓരോ കുട്ടിയും മലമുകളിൽ പണിയപ്പെട്ട ഗോപുരം പോലെ മറ്റുള്ളവർക്ക് പ്രകാശവും കന്തലും നൽകുന്ന ദൈവകരങ്ങളിലെ ഉപകരണങ്ങളായി മാറും. അതിനെ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ കൈ ഒപ്പുള്ള പ്രകാശ ഗോപുരമായി നമുക്ക് മാറാം. നന്ദി, നമസ്കാരം. ജയ് മിഷൻ ലീഗ്.